സ്തുത്യനാം യാഹേ കേൾക്കണമേ, ശത്രുവിങ്കൽ നിന്നും വിടുവിക്കണേ. സ്തുത്യനാം യാഹേ കേൾക്കണമേ, ശത്രുവിങ്കൽ നിന്നും വിടുവിക്കണേ. മരണപാശങ്ങളിൽ ദുഃഖിതനാമേ, എന്നുടെ പ്രാണനെ കാത്തിടണേ. മരണപാശങ്ങളിൽ ദുഃഖിതനാമേ, എന്നുടെ പ്രാണനെ കാത്തിടണേ. എൻ ബലമായ നല്ല യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ ബലമായ നല്ല യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സോദരീസോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. അവൻ മരിച്ചുകൊണ്ടിരിക്കുന്ന ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്ന കാത്തിരിപ്പാനും നിങ്ങളുടെ വീടുകളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്ന് അവർ തന്നെ പറയുന്നു. ചുറ്റുപാടും ഉള്ളവരുടെ സാക്ഷ്യം പൗലോസ് ഈ വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്. തെസ്സലോനിക്കയിലുള്ള ജനത്തിന്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു വരുത്തിയ മാറ്റം ചുറ്റുപാടുമുള്ളവർ സാക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഉള്ള സാക്ഷ്യം എന്താണ്? അവൻ മരിച്ചുകൊണ്ടിരുന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു. കർത്താവായ യേശു ആരാണ്? അവിടുന്ന് എങ്ങനെയുള്ളവനാണ്? ഒന്നാമത്തെ കാര്യം, അവൻ മരിച്ചവിടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവനാണ്. രണ്ടാമത്തെ കാര്യം, അവിടുന്ന് ദൈവത്തിന്റെ പുത്രനാണ്. മൂന്നാമത്തെ കാര്യം, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്നുള്ളത് ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം എങ്ങനെ സംഭവിച്ചു എന്ന് ഇവിടെ പറയുകയാണ്. അവൻ മരിച്ചവരുടെ ഉയർപ്പിച്ച യേശു, ദൈവം ഉയർപ്പിച്ചവനായ യേശു, ജീവനുള്ള സത്യദൈവത്തെ എന്ന് നാം 9-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ജീവനുള്ള സത്യദൈവത്തിൻ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ഇവിടെ പറയുകയാണ്, അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവ് അവൻ മരിച്ചോടുന്ന് ഉയർപ്പിച്ച യേശു ഉണ്ടെന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം വിളിച്ചു പറയുന്ന ഒരു കാര്യം ജീവനുള്ള സത്യദൈവം ഉണ്ട് എന്നുള്ളതാണ്. യേശു ഉയർത്തിരുന്നില്ല എങ്കിൽ, യേശുവിന്റെ പുനരുത്ഥാനം നടന്നില്ല എങ്കിൽ ജീവനുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് നമുക്ക് സാക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം അത് വെളിപ്പെടുത്തുകയാണ്. കാരണം ജീവനുള്ള സത്യദൈവമാണ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചത്. മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമ്മോട് പറയുന്ന മറ്റൊരു അനുഗ്രഹീതമായ യാഥാർത്ഥ്യം, പാപത്തിന്റെ മേൽ സമ്പൂർണമായ പരിഹാരം ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്നുള്ളത്. പാപത്തിന്റെ ശമ്പളമായ മരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു. അവിടുത്തെ മരണം കൊണ്ട് നമ്മുടെ മരണത്തെ നീക്കി. എന്താണ് തെളിവ്? യേശു കർത്താവ് ഉയർത്തുന്നേറ്റു. പാപത്തിന്റെ സമ്പൂർണ്ണ പരിഹാരം വന്നു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മൂലം നമുക്ക് സാധിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മരണാനന്തരമുള്ള ജീവിതത്തിന്റെ ഉറപ്പ്. മരണം കൊണ്ടെല്ലാം തീരുകയല്ല. മരണാനന്തരം ഒരു ഉയർപ്പുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. എന്താ തെളിവ്? യേശു ക്രിസ്തു മരിച്ചുവെന്ന് ഉയർപ്പിച്ചു. പൗലോസ് ആ കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എങ്ങനെയാ? പൗലോസ് ഉയർത്തിയ യേശു ക്രിസ്തുവിനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കണ്ടു. പൗലോസ് ഉയർപ്പിലും യേശുവിലും ഒന്നും വിശ്വസിക്കാത്ത ആളായിരുന്നു.
ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അത് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസിന് ഉറപ്പായി യേശു ഉയർത്ത് ജീവിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പൗലോസ് ക്രിസ്തു പ്രചാരകനായി മാറിയത്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവനായി മാറിയത്, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ വരെ താൻ സന്നദ്ധനായി. പ്രിയമുള്ളവരെ, പൗലോസിന്റെ ജീവിതത്തിൽ വന്നതായ ഈ രൂപാന്തരം യേശു ക്രിസ്തു ഉയർത്തുന്നേറ്റു എന്നുള്ളതിന്റെ തെളിവാണ്. അതുപോലെ യാക്കോബിന്റെ ജീവിതത്തിലും കർത്താവിന്റെ സഹോദരനായ യാക്കോബ് കർത്താവ് ജീവിച്ചിരുന്ന തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഉയർത്തുന്നേറ്റ കർത്താവിനെ കണ്ട യാക്കോബും യേശു കർത്താവിൽ വിശ്വസിപ്പാനും ആ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുവാനും മരിക്കുവാനും ഇടയായി. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തു എന്നുള്ളത് ഈ വസ്തുതകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. മാത്രമല്ല, യേശു ക്രിസ്തു ഉയർത്തുന്നതിനോടുകൂടി ഒരു കാര്യം വ്യക്തമായി, അവിടുന്ന് ദൈവപുത്രനാണ്, തൻ്റെ പുത്രനും. റോമലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ താൻ ദൈവപുത്രനാണെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു, ശക്തിയോടെ വെളിപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നത്, ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ളവൻ എന്നാണ്. പിതാവ് സർവശക്തനായിരിക്കുന്ന പോലെ സർവശക്തൻ, പിതാവ് സർവജ്ഞാനിയായിരിക്കുന്ന പോലെ സർവജ്ഞാനി, പിതാവ് സർവവ്യാപിയായിരിക്കുന്ന പോലെ സർവവ്യാപി എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ദൈവം. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. കർത്താവ് പറയുന്നുണ്ടല്ലോ, എൻ്റെ ജീവൻ നൽകുവാനും അതിനെ തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. അങ്ങനെ ജീവൻ പ്രാപിക്കുവാൻ, കൊടുക്കുവാനും പ്രാപിപ്പാനും കഴിയുന്നവർ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. കർത്താവ് ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്, ദൈവപിതാവാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. നമ്മുടെ ഭാവി പ്രത്യാശ, ആ പുനരുത്ഥാനം നമുക്ക് വലിയൊരു പ്രത്യാശ തന്നിരിക്കുകയാണ്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്, വരുവാനുള്ള കോപത്തിങ്കിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ യേശു. കർത്താവായ യേശു ക്രിസ്തു കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനാണ്. എന്തുകൊണ്ടാ? കർത്താവ് കോപം മുഴുവൻ അനുഭവിച്ചു. അതുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവരെ വരുവാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കും. മാത്രമല്ല, കുഞ്ഞാട് തന്നെയാണ്, കർത്താവ് തന്നെയാണ് കോപിക്കുന്നത്. കുഞ്ഞാടിന്റെ കോപം വന്നിരിക്കുന്നത് നാം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു. കർത്താവാണ് ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കാൻ പോകുന്നത്, ശിക്ഷ വിധിക്കുന്നത്. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധാനവും അവിടുത്തെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്ക് കർത്താവ് വരുന്നത് വരുവാനുള്ള കോപത്തിൽ നമ്മെ രക്ഷിക്കാനാണ്. കർത്താവ് വരുമ്പോൾ തന്റെ കോപത്തിൽ നമ്മെ രക്ഷിക്കുന്നു. എന്നാൽ ഈ രക്ഷയുടെ സുവിശേഷം അംഗീകരിക്കാത്തവർ വരുവാനുള്ള കോപത്തിൽ നിന്ന് എങ്ങനെ തെറ്റിയൊഴിയും? അപ്പോൾ കർത്താവ് വലിയ ഗൃഹീതമായൊരു പ്രത്യാശ നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി ഒരു ശിക്ഷാവിധിയും നമുക്കില്ല. മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. കർത്താവ് എവിടെ നിന്നാണ് വരുന്നത്? സ്വർഗത്തിൽ നിന്ന് വരികയാണ്. കാരണം അവിടെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അവിടുന്ന് കാത്തിരിക്കാൻ നമുക്കൊരു അനുഗ്രഹീതമായ പ്രത്യാശ വന്നിരിക്കാൻ. ദൈവമക്കളായ നമ്മളൊരു കാത്തിരിപ്പുകാരാണ്. എന്താണ് നമ്മുടെ കാത്തിരിപ്പ്? ഈ ലോകത്തെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പല്ല, നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമുക്കറിയാം, എന്തിനു വേണ്ടി നാം കാത്തിരിക്കുന്നോ അതിനുവേണ്ടി നാം ഒരുങ്ങിയാണ് കാത്തിരിക്കേണ്ടത്. നാം ഒരാളെ സ്വീകരിക്കാൻ, നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കാൻ കാത്തിരിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നാം ഭവനത്തിൽ ക്രമീകരിക്കുന്നു. ഇതുപോലെ കർത്താവിന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ നാം എങ്ങനെയാണ് കാത്തിരിക്കുന്നത്? അവിടുത്തെ വരവിന് വേണ്ടി നാം ഒരുങ്ങുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ സകല അശുദ്ധിയും നീക്കി കളയുന്നുണ്ടോ? കർത്താവിന്റെ വേലയിൽ നാം ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ? അനേകരെ തീർന്നു വലിച്ചെടുക്കുന്ന ശുശ്രൂഷയിൽ നാം ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ? ഇതൊക്കെ നാം അവനെ ആരാധിക്കുന്നതിൽ, മഹത്വപ്പെടുത്തുന്നതിൽ, അവിടുത്തെ സാക്ഷിയായിട്ട് ജീവിക്കുന്നതിൽ നാം ഉത്സുകരാണോ? നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അബ്രഹാം കാത്തിരുന്നു. എങ്ങനെയാണ് കാത്തിരുന്നത്? അവിടുന്ന് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിലൂടെ താൻ കാത്തിരിപ്പുകാരനാണെന്ന് വെളിപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന്
നാം വെളിപ്പെടുത്തേണ്ടതാണ്. ഇവരുടെ ജീവിതത്തിൽ ഇവര് വിഗ്രഹങ്ങളെ വിട്ട് തിരിഞ്ഞപ്പോൾ ആ കാത്തിരിപ്പുകാരാണെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ ഇടയായി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപത്തെയും വിട്ട് നമ്മൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.